ഹായ് ഗൈസ്, നമ്മളിപ്പോ ദുനിയാവ് പോവാണ്. ഇത് ശിവകാമി, ഇത് നോറയെന്ന് എല്ലാവർക്കും അറിയണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തുവാ, ഞാൻ സെക്കൻഡ് ടൈമാണ്, പുള്ളിക്കാരി ഫസ്റ്റ് ടൈമാണ്. അതും നാട്ടിൽ പോകുന്നതിന് 2 ദിവസം മുന്നേ. നോറ ഫസ്റ്റ് ടൈമാണോ? നോറ ഫസ്റ്റ് ടൈം, ഞാൻ മാത്രം സെക്കൻഡ് ടൈം. ഓക്കെ, നമുക്ക് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം പ്ലീസ്. സോ നമ്മൾ ദുനിയാവിലെത്തി. ഇതാണ് നമ്മുടെ കട. എന്തുവാ നമ്മൾ കഴിക്കുന്ന ഇന്ന്? പുട്ടും ബീഫ് കറി, ബിരിയാണി അല്ലെങ്കിൽ കൊത്തു പൊറോട്ട. ഓക്കെ, ഞാനും പൊറോട്ട ആയിരിക്കും. ഓക്കെ, നമുക്ക് കയറി നോക്കാം. ചായ, എങ്ങനെയുണ്ട്? നിന്റെ എങ്ങനെയുണ്ട്? ഓക്കെ, ഇപ്പോൾ പുട്ടും ഇവിടെ ബീഫുമാണ് ഗൈസ്. ഞാൻ പൊറോട്ട. പൊറോട്ടയും ബീഫും കഴിക്കാൻ പോകാം. ബീഫ് നല്ല രസമുണ്ട്. നമുക്കൊരു ബീഫ് കൂടെ വേണ്ടി വരും. ചിക്കൻ ഫ്രൈ പറഞ്ഞാൽ ചിക്കൻ ഫ്രൈ കഴിക്കാം. ബിരിയാണി പോരാ. ബീഫ് നല്ലേ, ബീഫ് സീനായിട്ടുണ്ട്. സുമ്പല്ലേ ബീഫ് മൊസമ്പി അരിച്ചു തന്നെയാണ്. അവസാനം നമ്മളൊരു പഴംപൊരിയും ബീഫും പറഞ്ഞു. പഴംപൊരി ബീഫും സൂപ്പർ. ബീഫ് അടിപൊളി റൈസ്. ബിരിയാണി എന്തായാലും ഓർഡർ ചെയ്യും. യെസ്, സോ നമ്മളങ്ങനെ ഗൈസ് നമ്മൾ ഇറങ്ങി. വയറൊക്കെ നിറഞ്ഞു. ഇനി പിന്നെ ഡൈജസ്റ്റ് ആവാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുക. കുറച്ച് എക്സസൈസിന്റെ ആവശ്യമുണ്ട്. അതെ, കുറച്ച് എക്സസൈസിന്റെ ആവശ്യമുണ്ട്. നമുക്കിനി ഓൾമോസ്റ്റ് 20 മിനിറ്റ്സ് നടക്കാനുണ്ടല്ലേ. 2 കിലോമീറ്റേഴ്സ് ഉള്ളത് ഇവിടുന്ന് ഹോസ്റ്റലിലോട്ട്. അപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ്സ് നടക്കാനുണ്ട്. സിസ്റ്റർമാർ ഹോസ്റ്റൽ അടയ്ക്കുന്നതിന് മുന്നേ അവിടെ എത്താനാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ വേഗം നടക്കട്ടെ കേട്ടോ. നമ്മൾ എവിടെയോ എത്തി ഗൈസ്. എവിടെയാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. മാപ്പ് ഞങ്ങളെ ചതിച്ചു എന്നാണ് ചേച്ചി പറയുന്നത്.
ഇപ്പൊ വണ്ടി വെച്ച് ചത്തേനെ. അല്ല ഭൂമി ഉണ്ടാവില്ല എവിടെയെങ്കിലും നമ്മൾ ചെയ്യും. സിസ്റ്റർമാരോട് പറഞ്ഞ സിസ്റ്റർമാരോട് ഭൂമി ഉണ്ടല്ലേ എവിടെയും പോയി കയറിക്കോളാം. ഓക്കെ റെഡി ആയോ? ഇത് ഈ വഴി കാണിക്കുന്നത് നോക്കാം. നമ്മൾ ഇഷ്ടത്തിൽ കൂടെ നടക്കുകയാണ്. അതെ അതെ. പക്ഷെ ഏറ്റവും വലിയ സംഭവം എന്താ വെച്ചാൽ നിലത്ത് നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ ഡോഗ് ഷിറ്റിൽ ചവിട്ടും. അതുകൊണ്ട് ഇവിടെ എത്തി. ഇത് നമ്മുടെ സ്ഥലം തന്നെ. ഇതാണ് നമ്മുടെ എന്താ മാപ്പിലെ ഏറ്റവും പ്രധാനമായ സാധനം. അതെ, ലാൻഡ്മാർക്ക്. ഓക്കെ, നമുക്കിനി നടക്കാം. വേഗം നടക്കാം. എന്താ ഇതിങ്ങനെ നടക്കുമ്പോ എനിക്ക് ആ മറ്റേ മാർച്ച് ഓൺ റൈറ്റ് സൈഡ് മാർച്ച് ഓൺ വിത്ത് ഹെഡ്സ് ഹൈ ഹാർട്ട് സോ സ്ട്രോങ്. ഞങ്ങൾ കഴിച്ച പൊറോട്ട തന്നെയാണ് കേട്ടോ, അല്ലാതെ ഞങ്ങൾ കള്ളത് കുടിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇവിടെ പൊറോട്ട കഴിച്ചാലും ബിരിയാണി കഴിച്ചാലും ബിരിയാണി കഴിച്ചാലും തിരിച്ചെടുക്കും ഇങ്ങനെ. ഗൈസ് ഇനി എന്റെ ഫുഡ് കഴിച്ച് വ്ളോഗിങ് ട്രാൻസ്ഫർ ചെയ്തു. യെസ്, ഇനി എന്റെ പെർസ്പെക്റ്റീവ് നിന്നാണ് ക്യാമറ. ആ ക്യാമറാമാൻ നെവർ ഡൈസ്. ബെറി ബ്ലഷ് ഉണ്ടോ? ഇതാണ് ചേച്ചി ഓടിക്കറിയ ബ്യൂട്ടി പാർലർ. ഭയങ്കര സ്റ്റോറി ഉണ്ട്. എന്നെ പട്ടി ഇട്ട് പിടിച്ചപ്പോൾ ഞാൻ കയറി. ആ ചേട്ടൻ തന്നെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നു. ആ ചേട്ടനായിരുന്നു. ആ ചേട്ടൻ പേടിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ആ ചേട്ടൻ കുത്താ 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 കുത്താ. അലീന നിനക്ക് എങ്ങനെ? ആ ചേട്ടൻ ഓർത്ത് കാണാൻ ഞാൻ ആ ചേട്ടനെ കുത്താന്ന് വിളിച്ചായിരിക്കും. ദൈവമേ. സംഭവമുണ്ട്. നമ്മൾ 7:30 ഇറങ്ങിയത്. 7 മണിക്ക് ഇറങ്ങി 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിച്ച് തിരിച്ച് വന്നു. ഇതാണ് പങ്ക്ച്വാലിറ്റി. നമ്മളൊരു ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് അതെന്റെ എന്റെ എന്റെ ആഗ്രഹം. ഐസ്ക്രീം. നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഐസ്ക്രീം പറഞ്ഞു നമുക്ക് ഐസ്ക്രീം കഴിച്ചിട്ട് നടക്കാം. ഈ സ്ട്രീറ്റ് കാണാൻ നല്ല രസമല്ലേ ഗായ്സ്? സ്ട്രീറ്റാ. പക്ഷെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, ഡോഗ് ഷിറ്റ് എവ്രിവെയർ. ഡോഗ് ഷിറ്റ് ഫൈനലി നമ്മളിവിടെ എത്തി. എന്നുവെച്ചാൽ ചേട്ടൻ്റെ കടയിലെത്തി. ഇനി നമുക്കൊരു ഐസ്ക്രീം മേടിക്കാം. ഏത് ഐസ്ക്രീം പോലെ എടുക്കുന്നത്? അപ്പോൾ ഒരു സ്ട്രോബെറി ബാറും ഒരു ചോക്കോബാറും. ഞാനൊന്നും മേടിച്ചില്ല കേസ്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി ഞാനൊന്നും മേടിച്ചില്ല. ഭയങ്കര ചൂടാ. അതെ, ഭയങ്കര ചൂടാണ്. ഇനി നമുക്ക് ആകെ നോക്കേണ്ട ഒരു കാര്യം സിസ്റ്റർമാർ തുറന്നു തരുമോ ഇല്ലയോ എന്നുള്ളതാണ്. സിസ്റ്റർമാർ തുറന്നു തരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം. അതെ, ചേച്ചി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് തുറന്നു തരും. കാരണം ചേച്ചിനെ ഭയങ്കര കാര്യമാണ് അവർക്ക്. ഞാൻ ഭയങ്കര കുരുത്തക്കെട്ടതായതുകൊണ്ട് എന്നെ അത്ര കാര്യം. എന്നെ പിന്നെ അത്ര അറിയത്തില്ലാത്തോണ്ട് എന്നെയും വലിയ കുഴപ്പമില്ല കേട്ടോ. റോസമ്മ സിസ്റ്ററിനെ ഇഷ്ടമാണ്. ചേച്ചി എല്ലാവരുടെയും ഫേവറേറ്റാ. കണ്ണിലുണ്ണിയാണ്. കണ്ണിലുണ്ടയാണ്. ഐസ്ക്രീമാണ് നോറ ബിയർ അടിക്കുന്നതിന് പകരം ബിരിയാണി അടിച്ച് പിറ്റായി നോറ. സ്ട്രോബെറി നൈസ് പിങ്ക് കളറാണ്. എന്ത് കളർ കാണുന്നുണ്ടോ? ക്യാമറയുടെ ഉള്ളിലോട്ട് കേട്ടല്ലേ? ഓക്കെ, ഫൈനലി നമ്മൾ കയറി. സിസ്റ്റർമാര് കൂട്ടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവാണ്. വേണ്ട എനിക്ക് തൊണ്ടവേദന എടുക്കും. വേണ്ട അയ്യോ വേണ്ട.
അപ്പൊ ഗൈസ് ഇന്നത്തെ ദിവസം സമാപിച്ചിരിക്കുകയാണ്. എല്ലാരും ഞങ്ങൾ ഹോസ്റ്റലിൽ തിരിച്ചെത്തി. സിസ്റ്റേഴ്സ് കയറ്റി ഫുഡ് കഴിച്ചു, ഐസ്ക്രീം കഴിച്ചു. അവിടുത്തെ റിവ്യൂ പറ. ഓക്കെ, ബിരിയാണി കഴിച്ചത് നോറയാണ്. അപ്പൊ നോറ ബിരിയാണിന്റെ റിവ്യൂ പറ. ബിരിയാണിനെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഇന്ന് ഞാൻ ബിരിയാണി കഴിച്ചപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബിരിയാണിയിൽ മറ്റേ മസാല ഉണ്ടായിരുന്നില്ല. ചിക്കൻ നന്നായിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു, ചോറ് നല്ലായിരുന്നു, പക്ഷെ മസാല കുറവായിരുന്നു. അതുകൊണ്ട് അതൊരു ചെറിയൊരു ഔട്ട് ഓഫ് 10 6. ഓക്കെ. പുട്ടും ബീഫ് റോസ്റ്റും ആയിരുന്നു, നല്ലതായിരുന്നു. ബീഫ് ഭയങ്കര സോഫ്റ്റ് ജ്യൂസി. ബീഫ് റോസ്റ്റ് പൊറോട്ടയും ബീഫും നല്ലതായിരുന്നു. അത് കൂടാണ്ട് ഞാൻ 2 വാട്ടർമെലൺ ജ്യൂസും കഴിച്ചു. പഴംപൊരി നല്ലായിരുന്നു. പഴംപൊരിയും ബീഫും കഴിച്ചു. മുസംബി ജ്യൂസ് അടിപൊളിയാണ്. മുസംബി ജ്യൂസ് നല്ല റിഫ്രഷിങ്, നല്ല ജ്യൂസ്. പിന്നെ എല്ലാം കൂടെ 840 ആയി. റീസണബിൾ. ഇത്രയും കഴിച്ചു. അപ്പൊ എന്തൊക്കെ കഴിച്ചു ഞാൻ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാം. 4 ജ്യൂസ്, 3 വാട്ടർമെലൻ, 1 മുസംബി, 1 ചിക്കൻ ബിരിയാണി, 1 പുട്ട്, 2 പൊറോട്ട, 2 ബീഫ് റോസ്റ്റ്, 1 പഴംപൊരി, 1 ബിരിയാണി. ഇത്രയും കഴിച്ചിട്ട് 840 ആയുള്ളൂ. ഭയങ്കര റീസണബിൾ, ഭയങ്കര അഫോർഡബിൾ. അതെ. ആൻഡ് നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പം ആർക്കെങ്കിലും പോകാനുണ്ടെങ്കിൽ വേഗം പോയി ബീഫ് റോസ്റ്റും പുട്ടും പൊറോട്ടയും ട്രൈ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിച്ചു. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാവരും. ഓക്കെ, എല്ലാവരും അനീനയുടെ ബ്ലോഗിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമന്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇനി അടുത്ത വീഡിയോസ് ഞാൻ കുറെ പിന്നെ പ്ലീസ് പ്രസ് ദാറ്റ് ബെൽ ബട്ടൺ. അപ്പോൾ അനീന എപ്പോഴും പോസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും.